ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾ കേൾക്കുന്നത് കുങ്കുമപ്പൊട്ട് എന്ന നോവലിൻ്റെ 10ാമത്തെ അധ്യായമാണ്. നോവലിലേക്ക് മനോജ് കൽപ്പിച്ച ഉടൻ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരും 1-2 സെയിൽസ്മാൻമാരും കൂടി രാഘവൻകുട്ടിയെ വലിച്ചു പൊക്കിയെടുത്ത് റോഡിലേക്ക് എറിഞ്ഞു. വീണെടുത്തു നിന്നും പിടഞ്ഞെണീറ്റ് അയാൾ സ്വർണ്ണക്കടയിലേക്ക് നോക്കി പുലഭ്യം പറയാൻ തുടങ്ങി. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ മകളെ പറഞ്ഞു പറ്റിച്ചില്ലേ? അവൾക്കിപ്പം 3 മാസം വയറ്റിലുണ്ട്. അവളെയും കൊണ്ട് ഞാൻ ഈ കടയ്ക്ക് മുന്നിൽ നിന്ന് സത്യാഗ്രഹമായിരിക്കും. നോക്കിക്കോ. വസന്തമാളികയിലെ ജോലിക്കാർ പരസ്പരം നോക്കി. ഇയാൾ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? ഒന്നുമില്ലാതെ ഒരാൾ കയറി വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമോ? മനോജാണെങ്കിൽ അപമാനം കൊണ്ട് വല്ലാതെ ചൂളിപ്പോയി. റോഡിൽ നിന്നും കയ്യും കലാശവും കാണിക്കുന്ന ആ വൃത്തികെട്ട മനുഷ്യനെ വെടിവെച്ച് കൊല്ലാനുള്ള രോഷമുണ്ടായിരുന്നു മനോജിന്. രാഘവൻകുട്ടിയുടെ മകൾ തന്നെയാണ് മാളവികയെന്ന് അയാൾക്കും സംശയമുണ്ടായിരുന്നു. എന്നാൽ റോഡിൽ തടിച്ചുകൂടിയ വഴിപോക്കരും നാട്ടുകാരും മറ്റും വ്യാപാര സ്ഥാപനത്തിലെ ആളുകളും മനോജിനെയാണ് തെറ്റിദ്ധരിച്ചത്. മനോജിനോട് അസൂയയും പകയുണ്ടായിരുന്നവർക്ക് വലിയ സന്തോഷമായി. കൂട്ടത്തിൽ മനോജിനെതിരെ പ്രതിഷേധിക്കാനും അവർ തയ്യാറായി. അതോടെ രാഘവൻകുട്ടിയുടെ ഉശിര് വർദ്ധിച്ചു. ഒടുവിൽ മനോജിനെ പോലീസിനെ വിളിച്ചു വരുത്തേണ്ടി വന്നു. പോലീസിന്റെ മുന്നിലും രാഘവൻകുട്ടി പറഞ്ഞതെല്ലാം ആവർത്തിച്ചു. പക്ഷേ ആ സംസാരത്തിലെ പരസ്പര ബന്ധമില്ലായ്മ പോലീസ് സബ് ഇൻസ്പെക്ടറിൽ സംശയമുണ്ടാക്കി. രാഘവൻകുട്ടിയെടുത്ത് ജീപ്പിലിട്ട് പോലീസ് ഇൻസ്പെക്ടർ ചങ്ങാഴത്ത് വീട്ടിലെത്തി. അപ്പുമാഷ് തകർന്നുപോയി. ഇല്ല, അദ്ദേഹം കരഞ്ഞു. ഇയാൾ ഈ പറയണതല്ല അസംബന്ധമാ. എൻ്റെ സഹോദരിയുടെ ഭർത്താവായിരുന്നു ഇയാൾ. മാളവിക എന്ന ഈ കുട്ടിയുടെ അച്ഛനുമാ. ഇതൊഴിച്ച് ബാക്കിയെല്ലാം നുണയാ. ഇയാളെക്കൊണ്ട് ഈ കുട്ടിക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇയാൾ ഇതിനായിട്ട് ചെയ്തു വയ്ക്കുന്നതെല്ലാം ഇത്തരം ദ്രോഹങ്ങളാണ്. എല്ലാം കേട്ടുകൊണ്ടിരുന്ന മാളവികയും അച്ഛനു വേണ്ടി ശബ്ദിച്ചില്ല. അതുകൊണ്ട് പോലീസുകാർ രാഘവൻകുട്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കുറച്ച് അടിയും താക്കീതും നൽകിയ ശേഷം കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളി. രാത്രി ജ്വല്ലറി അടയ്ക്കും വരെ മനോജ് കടിച്ചു പിടിച്ച് ക്ഷമിച്ചു. അത് കഴിഞ്ഞ് അയാൾ കാറിൽ കയറി ചങ്ങാഴത്ത് വഴിക്കിലെത്തി. കാറ് വഴിയിൽ ഇട്ട ശേഷം പടിവാതിക്കൽ തുറന്ന് വീട്ടിലേക്ക് നടന്നു. മാഷ് ഉമ്മറത്തുണ്ടായിരുന്നില്ല. മാഷേ, മനോജ് വിളിച്ചു. അകത്തുനിന്നും ഇറങ്ങി വന്നത് അമൃതയായിരുന്നു. മനോജിനെ കണ്ട് അവൾക്ക് ശരിക്കും പരിഭ്രമമുണ്ടായി. ആ മുഖം കടന്നൽ കുത്തിയതുപോലെ വീഴ്ത്തിരിക്കുന്നത് അമൃത ശ്രദ്ധിച്ചു. അച്ഛൻ കഞ്ഞി കുടിക്കുക. മുഖം കുനിച്ചുകൊണ്ട് വിനീത ഭാവത്തിൽ അവൾ അറിയിച്ചു. കയറിയിരിക്കാം. രാത്രി ആയതുകൊണ്ടാണ് കുടുംബനാഥനെ വിളിച്ചത്, മനോജ് പറഞ്ഞു. പെൺകുട്ടികളെ നശിപ്പിക്കാൻ നടക്കുന്നവനാണെങ്കിൽ ആദ്യം നിങ്ങളിൽ ആരുടെയെങ്കിലും പേരെ വിളിക്കുമായിരുന്നുള്ളൂ. എനിക്ക് സംസാരിക്കാൻ ഉള്ളത് ഇവിടുത്തെ പെണ്ണുങ്ങളോടാണ്. അമൃത അമ്പരപ്പിൽ മനോജിനെ നോക്കി. മറ്റുള്ള കൂടി വിളിക്കി, പരിഹാസത്തിൽ മനോജ് ആവശ്യപ്പെട്ടു. അച്ഛൻ്റെ പെങ്ങളുടെ മകളെ, സാക്ഷാൽ മാളവികയെ. അമൃത തിരിഞ്ഞകത്തേക്ക് നോക്കി. വിളിക്കേണ്ടി വന്നില്ല. മനോജിന്റെ ശബ്ദം കേട്ട് മാളവിക വാതിക്കലെത്തി. ആഹാ, വന്നോ? പരിഹാസച്ചിരിയോടെ മാളവികയെ നോക്കി. ഒന്ന് നേരാവണ്ണം കാണട്ടെ. 3 മാസം വയറ്റിലുണ്ടെന്ന് പറഞ്ഞ് തെരുവ് കൊണ്ട് അച്ഛനെ പറഞ്ഞയച്ചോളല്ലേ. പറ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മാളവിക ഉച്ചത്തിൽ ഏങ്ങലടിച്ച് കരഞ്ഞു. കരച്ചിലിനൊപ്പം ചില്ലറ വാക്കുകളും പുറത്തു വന്നു. ഞാൻ പറഞ്ഞയച്ചതല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എങ്കിലും എനിക്ക് ചിലത് പറയാനുണ്ട്. കാതു തുറന്ന് അത് കേൾക്കണം, മനോജ് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും ഇങ്ങോട്ട് അയച്ചത് തന്നെ പെണ്ണ് കാണാനല്ല. എന്താ ഈ നിൽക്കുന്ന അമൃതയെ കാണാനാ. അമൃതയുടെ നേർക്ക് അയാൾ വിരൽ ചൂണ്ടി. മാളവിക സ്തബ്ധയായി. ഏങ്ങൽ നിറച്ചു. കണ്ണുകളിലെ നനവ് പറ്റി. അവൾ മെല്ലെ തിരിഞ്ഞ് അമൃതയെ നോക്കി. അമൃത മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റേ വന്നുള്ളൂ. അമൃത എന്ന പേര് ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പുമാഷിൻ്റെ മൂത്ത കുട്ടി എന്നാണ് പറഞ്ഞത്. മാഷും മറ്റുള്ളവരും അതുമൂലം തെറ്റിദ്ധരിച്ചു. തന്നെ വിളിച്ച് എൻ്റെ അമ്മയെ കാണിച്ചു. അമളി പറ്റിയതാണെന്ന് പറഞ്ഞ് തിരുത്താനുള്ള തൻ്റെ അമൃതയ്ക്കും ഉണ്ടായില്ല. അതുകൊണ്ട് കുഴപ്പത്തിലായത് ഞാനാ. മെല്ലെ അമൃതയുടെ നേർക്ക് തിരിഞ്ഞു മനോജ്. ഞാൻ സ്വർണം ചോദിച്ചത്രേ. കല്യാണം നടക്കാതെ പോയതിന് കാരണമായിട്ട് മാഷ് ഒരുപക്ഷെ മാളവികയോട് അങ്ങനെ ഒരു നുണ പറഞ്ഞിട്ടുണ്ടാവും. അത് ബാധിച്ചത് എന്നെയാ. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ ആർത്തിക്കാരനായി, കൊള്ളരുതാത്തവനായി, പെണ്ണുങ്ങളെ പിഴപ്പിച്ച് തടിതപ്പുന്നവനായി. ഇതിനൊക്കെ ഞാൻ ഒരൊറ്റേ ചെയ്തിട്ടുള്ളൂ. ഒരൊറ്റ തെറ്റ്, ഈ കുട്ടിയെ സ്നേഹിച്ചു എന്ന തെറ്റ്. പെട്ടെന്ന് പൊട്ടിവന്ന കരച്ചിലോടെ മാളവിക തിരിഞ്ഞ് അകത്തേക്കൂടി. അമൃത അപരാധിനിയായ പോലെ മുഖം കുനിച്ചു നിന്നു. തനിക്കെന്നെ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാമായിരുന്നു. ഇങ്ങനെ ശിക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം, അമൃത പറഞ്ഞു. മാളു വേദനിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ. അപ്പം ഞാൻ വേദനിക്കുന്നതിൽ അമൃതയ്ക്ക് ഒരു പ്രയാസമില്ലേ? ഉവ്, നല്ല പ്രയാസമുണ്ട്. പക്ഷെ ഒരു നാളെല്ലാം കലങ്ങി തെളിയുമെന്ന് ഞാൻ ആശിച്ചു. അതുകൊണ്ടാ. കലങ്ങി, പക്ഷെ തെളിയാൻ പോകുന്നില്ല.
എനിക്ക് മതിയായി, ഞാൻ മടങ്ങാം. അരുതുമോനെ, എച്ചിൽ കൈയോടെ അകത്ത വാതിൽ നിന്നും ഇറങ്ങി വന്ന അപ്പുമാഷ് അപേക്ഷിച്ചു. എൻ്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് പറ്റിയത് എനിക്കാ. ഏറിയാലും 3 മാസം കൂടി ഞാൻ കാക്കും, മനോജ് പറഞ്ഞു. സ്വന്തം കുടുംബത്തോടുള്ള സർവ്വ ചുമതലകളും നിറവേറ്റിയ ശേഷമേ അമൃതയ്ക്ക് എൻ്റെ ഒപ്പം വരാൻ സാധിക്കുകയുള്ളെങ്കിൽ നമ്മളെ പിരിയുന്ന നല്ലത്. എൻ്റെ എന്തിഷ്ടത്തിനും കൂട്ടുനിൽക്കുന്ന എൻ്റെ അമ്മ എന്നെ വിവാഹത്തിനായിട്ട് നിർബന്ധിക്കുക. അമ്മയെ വിഷമത്തിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് ജ്വല്ലറിയിൽ നടന്ന സംഭവങ്ങൾ അമ്മയുടെ കാതിലെത്തിയാലത്തെ സ്ഥിതി എനിക്ക് ഓർക്കാൻ വയ്യ. എനിക്ക് വേണ്ടി ഇനിയും കാക്കണ്ട മനോജ്, കണ്ണീരിൽ അമൃത അറിയിച്ചു. അമ്മയുടെ ഇഷ്ടപ്രകാരം മനോജ് മറ്റൊരു വിവാഹം കഴിച്ചോളൂ, എനിക്കൊരു വിരോധമില്ല. ഉറക്കത്തിൽ എപ്പോഴോ കണ്ട ഒരു സ്വപ്നമായിട്ട് മനോജിനെ ഞാൻ മറന്നോളാം. ശരി. യാതൊരു വിഷമവും ഭാവിക്കാതെ മനോജ് തലകുലുക്കി. പിന്നെ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. മോളെ, അപ്പുമാഷ് വേദനയോടെ മകളെ നോക്കി. നീ എന്തായി പറഞ്ഞത്? ഓർക്കാപ്പുറത്ത് ഒരു ആവേശത്തിന് പറഞ്ഞൊന്നല്ല അച്ഛാ. അച്ഛനെ നോക്കി അമൃത മന്ദസിച്ചു. എനിക്ക് എത്താത്ത കൊമ്പാ മനോജ്. വിധി അദ്ദേഹത്തെ എന്നിൽ നിന്ന് ആറ്റു മുമ്പേ ഞാൻ സ്വയം വേണ്ടെന്ന് വെക്കുന്നല്ലേ നല്ലത്. അങ്ങനെ പറയരുത് മോളെ, അപ്പുമാഷ് കെഞ്ചി. നിന്നെ ദ്രോഹിച്ചത് അച്ഛനാ. ഇന്ന് ഈ നിമിഷം നിന്റെ വിവാഹം നടത്തിത്തരാൻ അച്ഛൻ തയ്യാറാ. മോള് മനോജിനെ തിരികെ വിളിക്കും മോളെ. അമൃതമല്ല പടിക്കലേക്ക് കണ്ണുകൾ തിരിച്ചു. മനോജ് കാർ സ്റ്റാർട്ടാക്കുകയാണ്. സാവധാനം അത് ഇടവഴിയിലൂടെ കടന്നുപോയി. അപ്പോഴാണ് അകത്തു നിന്നും ആനന്ദിന്റെ അലറിയുള്ള കരച്ചിൽ വരുന്നത്. അച്ഛാ, അമൃതയെടുത്തി, ഇതാ മാളുവെടുത്തി. അടുക്കളയിൽ നിന്നും ചുവന്ന വെളിച്ചം പുറത്തേക്ക് ആളിപ്പടരുന്നു. എൻ്റെ ഈശ്വര, അപ്പുമാഷ് നെഞ്ചിത്തല്ലി. ആദ്യത്തെ നടുക്കം അവര് മുമ്പ് അമൃത അടുക്കളയിലേക്ക് കുതിച്ചു. മാളവികയുടെ സാരിക്ക് തീ പിടിച്ചിരിക്കുന്നു. അടുക്കളയ്ക്ക് ചുറ്റും അവളെ പ്രാണവേദനയിൽ പായുകയാണ്. രണ്ടാമതൊന്നും ആലോചിക്കാതെ അമൃത അവളെ തള്ളി നിലത്തേക്കിട്ടു. കാലു ചവിട്ടാനിരിക്കുന്ന ചവിട്ടുപായയിലേക്ക് ഒരു ചരുവം വെള്ളം കമത്തിയിട്ട് ആ നനഞ്ഞ ചവിട്ടുപായ കൊണ്ട് മാളവികയുടെ വസ്ത്രത്തിലേക്ക് തീ തല്ലിക്കെടുത്തി. തീ അണഞ്ഞതും അവളുടെ സാരി വലിച്ചഴിച്ചു മാറ്റി. സ്തബ്ധരായി നോക്കി നിൽക്കുകയായിരുന്ന അപ്പുമാഷും ആനന്ദും. കാലു വയ്യാത്ത ആനന്ദ് തികച്ചും ആർദ്രഹൃദയനാണ്. ആരുടെയും ദുഃഖം അവനെ കാണാൻ വയ്യ. സ്വന്തം ദുഃഖങ്ങൾ താങ്ങാനും കഴിവില്ല. ചെറിയ കുട്ടികളെപ്പോലെ ആനന്ദ് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. തീ അണഞ്ഞ ശേഷം മാളവികയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി അമൃത. പക്ഷേ മാളവിക അബോധാവസ്ഥയിലായിരുന്നു. മുഖത്ത് വെള്ളം തളിച്ചപ്പോൾ കണ്ണുകൾ തുറന്നെങ്കിലും വീണ്ടും തളർച്ചയിൽ കൺപോളകൾ അടഞ്ഞുപോയി. അച്ഛാ, വേഗം ഒരു വണ്ടി വിളിച്ചോണ്ട് വരണം, അമൃത അപ്പുമാഷിനോട് പറഞ്ഞു. പകലായിരുന്നെങ്കിൽ അതിനും അവൾ തന്നെ ഓടിയെന്നെ. അപ്പുമാഷിൻ്റെ ഒപ്പം ടോർച്ചെടുത്ത് ആനന്ദം ഞൊണ്ടി ഓടി. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ പ്രഥമ ശുശ്രൂഷകൾ നൽകി തിരിച്ചയച്ചു. തീ ആളിപ്പടർന്നപ്പോഴുണ്ടായിരുന്ന ഭയം മൂലമാണ് മാളവിക ബോധഹീനയായത്. കാര്യമായ പൊള്ളലൊന്നും ഏറ്റിരുന്നില്ല. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പുമാഷ് മാളവികയോട് ചോദിച്ചു, നിന്നോട് ഞാനും എൻ്റെ കുട്ടികളും എന്തു ചെയ്തു പെണ്ണേ? ഇതിപ്പോൾ 2ാമത്തെ തവണയല്ലേ നീ കടുങ്കൈ കാട്ടുന്നത്? ആരും ഒന്നും ചെയ്തിട്ടില്ല അമ്മാമേ, നിർവികാര മുഖത്തോടെ മാളവിക പറഞ്ഞു. എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി. ജീവിക്കണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ അങ്ങ് രക്ഷപ്പെടും. ഞങ്ങളോ? നിന്നെ വളർത്തി ഇത്രയാക്കിയത് എന്നെ പിടിച്ചോണ്ട് പോയി പോലീസുകാർ തല്ലിച്ചതയ്ക്കും. ഏതായാലും ഇനി അമ്മാമയ്ക്കും മക്കൾക്കോ എന്നെക്കൊണ്ട് ഒരു ദോഷവും ഉണ്ടാവില്ല. ഇനി അച്ഛൻ വന്ന് വിളിച്ചാൽ ആ കൂടെ പോവാൻ ഞാൻ തീരുമാനിച്ചു. നശിക്കാനാ നശിക്കട്ടെ, അമ്മാമയ്ക്ക് ഞാനൊരു ഭാരമാവില്ലല്ലോ. കൈവലിച്ച് മരുമകളുടെ മുഖത്ത് ഒന്ന് കൊടുത്തു അപ്പുമാഷ്. എന്നിട്ട് പൊട്ടിപ്പിളർന്ന് കരഞ്ഞു. എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. എൻ്റെ സ്വന്തം കുട്ടികളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിച്ചു. നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഞാൻ എതിരെ നിന്നിട്ടില്ല. എൻ്റെ മോളെ ഇഷ്ടപ്പെട്ട് കല്യാണം ആലോചിച്ച പയ്യനെ നിനക്കായിട്ട് ഞാൻ കണ്ടു. എൻ്റെ മകൾ അവനെ ആഗ്രഹിക്കുന്നത് അറിഞ്ഞിട്ടും അവനോട് നിന്നെ സ്വീകരിക്കാൻ ഞാൻ അപേക്ഷിച്ചു. എനിക്കിങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ വരണം. തലയിൽ തല്ലിക്കൊണ്ട് അപ്പുമാഷ് നിലത്തിരുന്നു. സാരമില്ല അച്ഛാ, അമൃത വന്ന അച്ഛനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇനി അച്ഛൻ ഓരോന്നൊക്കെ പറഞ്ഞ് മാളൂട്ടിയെ വീണ്ടും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണോ? അപ്പുമാഷ് നിസ്സഹായനായിട്ട് അമൃതയൊന്ന് നോക്കി. അമൃത മാളവിയെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. രാത്രി അവരൊരുമിച്ചാണ് കിടന്നത്. മാളൂട്ടി വിഷമിപ്പിക്കണ്ട, അമൃത മാളവികയെ ആശ്വസിപ്പിച്ചു. മാളൂട്ടി ആശിച്ചത് ഞാൻ സ്വന്തമാക്കിയിരുന്നെങ്കിലല്ലേ വിഷമിക്കണ്ടു. എനിക്കാ ഭാഗ്യം നഷ്ടമായില്ലേ? അതോർത്ത് മാളൂട്ടി സന്തോഷിച്ചൂടെ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാളവിക അമൃതയുടെ നെഞ്ചിലേക്ക് മുഖമണച്ചു. ആശിക്കാൻ പാടില്ലാത്തല്ലേ ഞാൻ ആശിച്ചത്? അതുപോലെയാണോ നീ? നിനക്കെങ്കിലും മനോട്ടനെ കിട്ടിയിരുന്നെങ്കിൽ എന്നാ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന. അതിനുവേണ്ടി വേണമെങ്കിൽ മനോട്ടനെ കാല് പിടിക്കാൻ ഞാൻ. നിങ്ങൾക്കിടയിൽ വന്നു കയറിയതിന് പ്രായച്ചിത്തമായിട്ട് എൻ്റെ ഈ ജീവിതം ഹോമിക്കാം. ഒന്നും വേണ്ട, മാളവികയെ അമൃത തഴുകി. നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു.
ആ നഷ്ടങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. കഴിഞ്ഞതൊക്കെ നമുക്ക് രണ്ടുപേർക്കും മറക്കാം. അല്ലെങ്കിലും ഒരു ഭ്രമത്തിന് അദ്ദേഹത്തിന് എൻ്റെ പിന്നാലെ വന്നതേ ഉള്ളൂ. ഒരു തരത്തിലും ഞാൻ അദ്ദേഹത്തിന് ചേരുന്നവളല്ല. നല്ലൊരു കുടുംബത്തിൽ പിറന്ന സമ്പത്തും സൗന്ദര്യമൊക്കെ ഉള്ളൊരു കുട്ടി അദ്ദേഹത്തിനായിട്ട് എവിടെയോ കാത്തിരിക്കുന്നുണ്ട്. മാളവിക അതിനൊന്നും മറുപടി പറഞ്ഞില്ല. പിറ്റേന്ന് പകല് രാഘവൻകുട്ടി വീണ്ടും ചങ്ങാഴത്തെ മുറ്റത്തെത്തിയപ്പോൾ അപ്പുമാഷിൻ്റെ സർവ്വനേന്ദ്രങ്ങളും തെറ്റി. തുണ്ടം തുണ്ടമായി തന്നെ താനീ മുറ്റത്ത് കണ്ടിച്ചിടും. കൊടുവാളുമായിട്ട് അദ്ദേഹം രാഘവൻകുട്ടിയോട് ഓടിയെടുത്തു. അച്ഛാ എന്ന കരച്ചിലോടെ അമൃത ഓടി വന്ന് മാഷിൻ്റെ കയ്യിൽ നിന്ന് കൊടുവാള് പിടിച്ചു വാങ്ങി. തുണ്ടം തുണ്ടം കണ്ണിക്കണം ഞാനാ. മുറ്റത്തു നിന്ന് രാഘവൻകുട്ടി പരിഹാസത്തിൽ ചിരികൊട്ടി. മറ്റാരെയല്ല, ആ സ്വർണ്ണക്കടക്കാരന്. എൻ്റെ മോളെ പറഞ്ഞു പറ്റിച്ചിട്ട് തൻ്റെ മോടെ കഴുത്തിലവൻ താലി കെട്ടൂലടോ കള്ളമാശേ. തരിമ്പും വെളിവില്ലാത്ത അവസ്ഥയിലാണ് അയാളെന്ന് ആ ചലനങ്ങൾ വ്യക്തമാക്കി. അച്ഛൻ എന്താ അസംബന്ധമായി പറയണത്? അകത്തുനിന്ന് മാളവിക ഇറങ്ങി വന്നു. എന്നെ ആരും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. അച്ഛൻ ഇനി അതും ഇതും പറഞ്ഞ് എങ്ങും കയറി ചെല്ലാനും പാടില്ല. മോള് പേടിക്കണ്ടടി. രാഘവൻകുട്ടി ഇളകി ചിരിച്ചു. മധ്യലയറിയിൽ ആ സ്വരം കൊഴിഞ്ഞിരുന്നു. അച്ഛനെ ആരും ഒന്നും ചെയ്യൂല. നിന്നെ ആദ്യം മോഹിപ്പിച്ച് ചലിച്ചവനല്ലേ ഈ തെണ്ടിയുടെ മോൻ അഭയൻ. അവനെയും തട്ടിയത് ഞാനാ. ഒരു കുഞ്ഞറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാലും രാഘവൻകുട്ടിക്ക് പുല്ല. ഞാൻ ഒറ്റയ്ക്ക് അവനെ അടിച്ചു വീഴ്ച റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയിട്ടത്. ഇല്ലെങ്കിൽ അവൻ ആ പണക്കാരി പെണ്ണിനെ അടിച്ചുകൊണ്ട് രായ്ക്കു രാമാനം സ്ഥലം വിട്ടേനെ. തലക്കടിയേറ്റതുപോലെ നിന്നു അപ്പുമാഷ്. തളർന്ന് നിലത്തിരുന്നു മാളവിക. അമൃത തൻ്റെ കൊടുവാളിലെ പിടിമുറുക്കി. അധ്യായം 27. എടാ, അപ്പുമാഷ് പല്ലിഞ്ഞരിച്ചു. പോ എൻ്റെ മുമ്പീന്ന്. ഈ പറഞ്ഞത് നേരാണെങ്കിലും നുണയാണെങ്കിലും. പിന്നെ അദ്ദേഹം മാളവികയുടെ നേർക്ക് തിരിഞ്ഞു. ഇവനോട് ഇറങ്ങിപ്പോകാൻ പറ. ഇല്ലെങ്കിൽ നിന്റെ മുന്നിലിട്ട് നിന്റെ അച്ഛനെ ഞാൻ വെട്ടിക്കൊല്ലേണ്ടി വരും. അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലണം. മാഷിൻ്റെ ദേഹം കിടുകിട വിറച്ചു. മാളവിക പക്ഷെ ഇരുന്നിടത്ത് നിന്ന് കരഞ്ഞതേ ഉള്ളൂ. അതോടെ കൊടുവാളിന് വേണ്ടി അപ്പുമാഷ് അമൃതയുടെ നേർക്ക് കൈനീട്ടി. വേണ്ടച്ചാ. അമൃത പിന്നോട്ട് മാറി. ഈ ദുഷ്ടനെ കൊന്നിട്ട് അച്ഛൻ ജയിലിൽ പോണ്ട. അച്ഛൻ്റെ പെൻഷൻ കൊണ്ട് അമ്മയുടെ ചികിത്സയും ആനന്ദിൻ്റെ പഠിപ്പും നടക്കുമല്ലോ. ഒരു വരുമാനമില്ലാത്ത ഞാനിയാളെ കൊല്ലാം. എനിക്കതിന് ഒരു ചലിപ്പുമില്ല. കൊടുവാളിൻ്റെ പിടിയിൽ അവൾ പിടിമുറുക്കി. മാളവിക ഞെട്ടലോടെ അമൃതയെ നോക്കി. അമൃതയുടെ മുഖം കണ്ടപ്പോൾ അവൾ അതിന് മടിക്കില്ലെന്ന് മാളവികയ്ക്ക് തോന്നി. മാളവിക ചാടി എഴുന്നേറ്റ് അമൃതയുടെ കയ്യിൽ പിടിച്ചു. അരുത് മോളെ, കള്ളു കുടിച്ചതിൻ്റെ കിറുക്ക് പറയണതാ. കള്ളു കുടിച്ചതിൻ്റെ കിറുക്കോ? രാഘവൻകുട്ടി ഉറക്കെ ചിരിച്ചു. എനിക്ക് ഒരു കിറക്കൂല. ഞാൻ പറഞ്ഞതൊക്കെ അക്ഷരപ്രതി നേരാണെങ്കിലും നുണയാണെങ്കിലും അപ്പൻ ഇവിടെ നിന്ന് പോകണ്ടോ? മാളവിക വെറുപ്പിൽ രാഘവൻകുട്ടിയെ നോക്കി. എനിക്കിനി അച്ഛനെ കണ്ട. അച്ഛൻ മനുഷ്യനല്ല, എനിക്കറിയാം. എനിക്കിങ്ങനെ ഒരു അച്ഛനെ വേണ്ട. അത് ശരി. രാഘവൻകുട്ടിയുടെ ഭാവം മാറി. അയാൾ കറുകറെ മാളവികയെ നോക്കി. അപ്പോൾ നിനക്ക് എന്നെ വേണ്ടതായി അല്ലേ? നിനക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്ത്. എനിക്ക് വേണ്ടി ഒന്ന് മാത്രം ചെയ്താൽ മതി. മാളവിക പുറത്തേക്ക് കൈ ചൂണ്ടി. ഒന്ന് ഇവിടുന്ന് ഇറങ്ങിത്തന്നാൽ മതി. അപ്പോൾ നിനക്ക് ആ സ്വർണ്ണക്കടക്കാരനെ വേണ്ടേ? രാഘവൻകുട്ടിയുടെ കണ്ണു മിഴിച്ചു. അവൻ്റെ ഒപ്പം നീ സുഖമായിട്ട് ജീവിക്കണം മോളെ. എന്നിട്ട് വേണം ഈ അച്ഛൻ അല്പം മാന്യമായും സുഖമായും കഴിയാൻ. എനിക്ക് മാനവും വേണ്ട, സുഖവും വേണ്ട. മരിച്ചാൽ മതി. മാളവിക ഏങ്ങലടിച്ചു കരഞ്ഞു. നീ മരിക്കണ്ട. നീ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ അവൻ കല്യാണം കഴിക്കും. ഇല്ലെങ്കിൽ ഞാൻ അവൻ്റെ കഥ കഴിക്കും. നോക്കിക്കോ. രാഘവൻകുട്ടി വെറുമ്പാക്ക് പറയാറില്ല. അപ്പോഴാണ് പടിപ്പുരയുടെ മുന്നിൽ ശ്രീറാമിൻ്റെ ജീപ്പ് വന്നു നിന്നത്. ശ്രീറാമും ആശാലതയും പടികടന്ന് മെല്ലെ മുറ്റത്തേക്ക് വന്നു. ശ്രീറാമിൻ്റെ കയ്യിൽ ഒരു തടിച്ച സൂട്ട് കേസും ആശയുടെ ചുമലിൽ എന്തൊക്കെയോ കുത്തി നിറച്ചൊരു ബാഗും ഉണ്ടായിരുന്നു. അവരെ നോക്കി രാഘവൻകുട്ടി ഒന്ന് മുരണ്ടു. പിന്നെ അപ്പുമാഷിനോട് പറഞ്ഞു, താൻ ഭാഗ്യവാനാ. തൻ്റെ പെൺപിള്ളേർക്ക് സാമർഥ്യമുണ്ട്. കാൽ പൈസ വേണ്ടല്ലോ, വിളിച്ചോണ്ട് പോകാൻ ആളുകളുമുണ്ട്. തുടർന്ന് മകളെ നോക്കിയിട്ട് മുറ്റത്തേക്ക് കാർക്കിച്ചു തുപ്പി. നീ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരുത്തി. ആ വർത്തമാനം കേട്ട് ശ്രീറാം സ്തുബ്ധനായി. അളമ്പരപ്പിൽ ആശയെ നോക്കി. ആശയാണെങ്കിൽ ആകെ അപമാനിതയായി നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് കയറി വന്നല്ലോ എന്നായിരുന്നു അയാളുടെ പ്രയാസം. മാഷാണെങ്കിലും അമൃതയാണെങ്കിലും അതിലധികം പ്രയാസത്തിലായിരുന്നു. അച്ഛനൊന്ന് ഇറങ്ങിപ്പോ അച്ഛ. എല്ലാവർക്കും വേണ്ടി മാളവിക ശബ്ദിച്ചു. ഒതുക്കിയിറങ്ങി വന്ന് അവളെ രാഘവൻകുട്ടിയെ ഉന്തി പുറത്തേക്ക് കൊണ്ടുപോയി. അച്ഛൻ ഇനി മേലും ഇവിടെ വരാനേ പാടില്ല. ഇനി വന്നാൽ ഞാനും ആ റെയിൽവേ ട്രാക്കിൽ കിടക്കും കഷ്ണങ്ങളായിട്ട്. അപേട്ടം കിടന്നില്ലേ അതുപോലെ. ഉന്തിത്തള്ളി മാളവിക ഒരു വിധത്തിൽ രാഘവൻകുട്ടിയെ പടിക്ക് വെളിയിൽ തള്ളി. തിരിഞ്ഞ് ഏങ്ങലടിച്ചുകൊണ്ട് അവൾ വീട്ടിനുള്ളിലേക്ക് ഓടി. ആരാത്? ശ്രീറാം ആശയെ നോക്കി. മുഖം കുടിച്ചു നിന്ന ആശയിൽ നിന്നും മറുപടി ഉണ്ടായപ്പോൾ അയാൾ അപ്പുമാഷിനെ നേർക്ക് തിരിഞ്ഞു. എൻ്റെ സഹോദരിയുടെ ഭർത്താവാ. മനസ്താപത്തോടെ അപ്പുമാഷ് അറിയിച്ചു. സഹോദരി മരിച്ചു. അവരുടെ ഏക മകളാ മാളവിക. അവളെ കാണാനായി വന്നതായാൾ.
അപരാധിയുടെ ഭാവമായിരുന്നു മാഷിൻ്റെ മുഖത്ത്. കണ്ടിട്ട് കവലച്ചട്ടമ്പിയെ പോലുണ്ട്, പുച്ഛത്തിൽ ശ്രീറാം പറഞ്ഞു. അയാൾ ഒതുക്കുകൾ കയറി പൂമുഖത്തെ കസേരയിലിരുന്നു. ചുമരിലെ ബാഗിലിനൊപ്പം ശ്രീറാമിൻ്റെ കയ്യിലെ സൂട്ട് കേസ് കൂടി തൂക്കിക്കൊണ്ടാണ് ആശ അകത്തേക്ക് പോയത്. ഈ വീട്ടിലേക്ക് ഇനി മേലാതെ ഞാൻ വരില്ല. അകത്തെത്തിയതും അവള് അമൃതയോട് പറഞ്ഞു. ശ്രീരാമേട്ടൻ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? മാളവികയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയെന്നാണ് ഞാനവിടെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ശരിക്കും നാറി. മാളോടത്തി എന്ന വിളി വളരെ പെട്ടെന്നായിരുന്നു മാളവിക എന്നായി മാറിയത്. അമൃത ശ്രദ്ധിച്ചു. രൂപത്തിലും ഭാവത്തിലും ആശയ്ക്ക് മാറ്റമുണ്ടായിരുന്നു. ഇത്തിരി ദിവസങ്ങൾ കൊണ്ട് തന്നെ അവളൊരു മുതിർന്ന പെണ്ണായി മാറിയിരിക്കുന്നു. സമ്പന്നയായ ഒരു പ്രൗഢയുടെ തരം ഗൗരവ ഭാവമായിരുന്നു മുഖത്ത്. അല്പം തുടുക്കുകയും ചെയ്തിട്ടുണ്ട്. വില കൂടിയ സാരിയാണ് എടുത്തിരിക്കുന്നത്. കഴുത്തിൽ പുതിയ മാലയുണ്ട്. കയ്യിലെ വളകളുടെ എണ്ണവും പെരുക്കിയിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ഒരു അച്ഛൻ? അടുക്കളപ്പടിയിൽ താടിക്ക് കൈയെടുത്തിരുന്ന മാളവികയുടെ ആശയം വെച്ചു. പ്രോത്സാഹനം കൊടുത്തില്ലെങ്കിൽ അയാൾ തേടി വരില്ലെന്ന് ഉറപ്പാണ്. മാളവിക ശബ്ദിക്കുകയോ ഇരുന്നിടത്തുനിന്ന് അനങ്ങുകയോ ചെയ്തില്ല. നീ വാ. അമൃത ആശയുടെ കയ്യിൽ പിടിച്ചു. നിന്നെ കാണാൻ കാത്തു കിടക്ക അമ്മ. ആശ വരുമെന്ന പ്രതീക്ഷയിൽ ഗോമതി അമ്മ കിടക്കുന്ന മുറിയിൽ നടന്നു അമൃത. എന്നാൽ ആശ പിന്നാലെ ചെന്നില്ല. ഞാൻ ഈ വേഷം ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് അവളെ സ്വന്തം മുറിയിലേക്കാണ് നടന്നത്. അമൃത ശ്രീരാമനും ആശയ്ക്കും ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് നീക്കി. അവൾ ചായ കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ മാളവിക അരികിലെത്തി. അമൃതേ, ഞാൻ വീട്ടിൽ പോയാലോ? അമൃത അമ്പരപ്പോടെ മാളവികയുടെ നേർക്ക് മുക്കുയർത്തി. ഞാൻ ഇവിടെ നിന്നാൽ ഈ കുടുംബം നശിക്കുമോളെ, ഗൗരവത്തിലാണ് മാളവിക പറയുന്നത്. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനില്ലേ, ആ പാവം എന്നെയും ബാധിക്കില്ലേ? ഞാനുള്ളയിടം പിന്നെ എങ്ങനെയാണ് നന്നാവുക? പോകാൻ ഞാൻ സമ്മതിച്ചാൽ തന്നെ മാളൂട്ടിയും കൂടെ പോവാം. എനിക്കറിയില്ല. എന്നാൽ ഈ രാഘവൻകുട്ടിയുടെ മോളല്ലേ ഞാൻ. എനിക്ക് എവിടേക്കാണ് പോയിക്കൂടാത്തത്? എന്താ ചെയ്തുകൂടാത്തത്? അവസാന വാചകത്തിൽ മാളവികയുടെ തൊണ്ടറി. മോളെങ്കും പോണ്ട, അമൃത പറഞ്ഞു. ഈ അച്ഛനെ നിലയ്ക്ക് നിർത്താനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നാൽ മതി. മാളുവിനെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരാതിരിക്കില്ല. അപ്പോഴേക്കും സാരി മാറ്റി വില കൂടിയ ചുരിദാർ ധരിച്ച് ആശ അടുക്കളയിലെത്തി. മുകളിൽ ഏട്ടൻ കിടന്നിരുന്ന മുറിയൊന്ന് അടിച്ചു തൂത്ത് വൃത്തിയാക്കിയിട്ടിനെ നടത്തി അവൾ അമൃതയോട് പറഞ്ഞു. ഞങ്ങൾ മിക്കവാറും നാളെ പോകൂ. അപ്പോൾ പിന്നെ ശ്രീരാമേട്ടന് കിടക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഒരു മുറി വേണ്ടേ? മുകളിലാകുമ്പോൾ നല്ല പ്രൈവസിയും കിട്ടും. മുകളിലെ മുറി വൃത്തിയാക്കാനായി പോയത് മാളവികയാണ്. അവളെ മാറിയപ്പോൾ ആശ അർദ്ധഗർഭമായിട്ട് അമൃതയെ നോക്കി. ഇതിവിടെ ഇങ്ങനെ നിന്നാലേ ഇടത്തെയും കൂടി ഇവിടെ നിന്ന് പോണ ലക്ഷണ. പോരെങ്കിൽ ആ നശിച്ച തന്തയുടെ സന്ദർശനം ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. പാവാച്ചൻ പെങ്ങളുടെ കുട്ടിയുടെ ചുമതല കൂടി ഏറ്റെടുത്തതിൽ ഇപ്പോൾ ശരിക്കും പശ്ചാത്താപിക്കുന്നുണ്ടാവും. നീ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് ആശേ, അമൃത അനിയത്തി ഉപദേശിച്ചു. ചിന്തിച്ചാലും പറയരുത്. നമ്മുടെ അച്ഛൻ നല്ലയാളാ, അത് നമ്മുടെ ഭാഗ്യ. മാളുട്ടിയുടെ അച്ഛൻ ഇങ്ങനെയായിപ്പോയി, അതിൽ അവൾക്ക് പ്രയാസം കാണാതിരിക്കുമോ? അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രാഘവൻകുട്ടി പറഞ്ഞ ഒരു കാര്യം അമൃതയിൽ നിന്നും പോകുന്നില്ലായിരുന്നു. അഭയേട്ടനെ അയാളാണ് കൊന്നതെന്ന്. മദ്യലഹരിയിൽ തങ്ങളെ പ്രകോപിപ്പിക്കാനായി പറഞ്ഞ മണ്ടൻ വർത്തമാനമാണെന്ന് അമൃതയ്ക്ക് തോന്നിയില്ല. അടിച്ചു വീഴ്ത്തി റെയിൽവേ ട്രാക്കിൽ എടുത്തിട്ടു എന്നാണ് പറഞ്ഞത്. സത്യസന്ധമായ ഒരു വിവരണം പോലെയുണ്ട് അത്. മാത്രമല്ല, ആത്മഹത്യയെക്കുറിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതല്ല അഭയേട്ടൻ. ജീവിതമോഹിയാണ്, സ്വാർത്ഥനാണ്. ചിത്രയാണെങ്കിൽ അഭയേട്ടൻ്റെ ഒപ്പം ഇറങ്ങിപ്പോരാൻ സന്നദ്ധയുമായിരുന്നു. വീട്ടിൽ ചെന്ന് ചിത്രയെ വിളിച്ചിറക്കി കൊണ്ടുപോരാൻ തീരുമാനിച്ചിരുന്നതാണ് അഭയേട്ടൻ. അഭയേട്ടനെ സഹായിക്കാൻ നാട്ടിലെ ആളുകളുണ്ടായിരുന്നു. എന്നിട്ടും അഭയേട്ടൻ ആത്മഹത്യ ചെയ്തതിൽ എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. പക്ഷേ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ആത്മഹത്യ എന്ന് തന്നെയായിരുന്നു. അത് ആത്മഹത്യ അല്ലായിരുന്നെങ്കിൽ അതിന് പിന്നിൽ ചിത്രയുടെ അച്ഛനെയും സംശയിക്കുകയായിരുന്നുള്ളൂ. രാഘവൻകുട്ടി എന്ന മൂർഖനെക്കുറിച്ച് അപ്പോഴൊന്നും ഓർത്തതേയില്ല. രാത്രി അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയതോടെ അമൃത അച്ഛൻ കിടക്കുന്ന കോലായിലെ വാതിക്കലെത്തി. വാതിൽ ചാരിയിരുന്നതേയുള്ളൂ. അവളത് മെല്ലെ തള്ളി തുറന്നു. അപ്പുമാഷ് മയങ്ങിയിരുന്നില്ല. കട്ടിൽ നിന്നും അദ്ദേഹം ചാടി എഴുന്നേറ്റു. ആരാത് എന്ന് ഒച്ച വെച്ചുകൊണ്ട് ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടു. മുറിയിൽ വെളിച്ചം നിറഞ്ഞതും അപ്പുമാഷ് ആശ്വാസത്തിൽ ഒന്ന് നിശ്വസിച്ചു. നീയായിരുന്നോ? ഞാൻ ആകെ ഭയന്നുപോയി. അച്ഛൻ ഉറങ്ങിയിരുന്നില്ലേ? ഉറങ്ങില്ല, ലൈറ്റ് ഓഫ് ചെയ്തങ്ങ് കിടന്നതേയുള്ളൂ. അമൃത അച്ഛൻ്റെ കട്ടിലിൻ്റെ കാൽക്കലിരുന്നു. അപ്പുമാഷ് അത്ഭുതത്തിൽ അവളെ നോക്കി. എന്താ മോളെ? മാളൂട്ടിയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ഏട്ടനെ അമൃത ബാക്കി പൂരിപ്പിച്ചില്ല. ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് അപ്പുമാഷും കട്ടിലിരുന്നു. നീ കേട്ടതുപോലെ ഞാനും കേട്ടു. അത് നേരാണോ അച്ഛാ? അമൃത ചോദിച്ചു. നേരാണെങ്കിൽ അതിന് കുത്തിപ്പൊക്കി പോലീസിൽ പരാതിപ്പെട്ട് അന്വേഷിപ്പിക്കാം. പക്ഷെ അതിന് കാശും സമയം ഒരുപാട് കളയേണ്ടി വരും. കളഞ്ഞാലും രാഘവൻകുട്ടിയെ കഴിവിലേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല.
വെറുതെ കുറേ ഒച്ചപ്പാട് ഉയർത്താം. ആ വിടുവായൻ്റെ നാവല്ലാതെ മറ്റെന്ത് സംഗതിയാ ഇതിന് തെളിവായിട്ടുള്ളത്? പോലീസ് പിടിക്കുമ്പോൾ അവൻ മറച്ചു പറയും. അമ്മയെ കൊന്നാലും രണ്ടു പക്ഷമൊന്നും കേട്ടില്ലേ? നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെടും. ദുഷ്ടന്മാരെ തുണയ്ക്കാനേ ആളുകൾ കാണും. എന്ന് വെച്ച് അവഗണിക്കാൻ പറ്റുമോ? അവഗണിച്ചില്ലല്ലോ, അപ്പുമാഷ് പറഞ്ഞു. നീ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ തുണ്ടമാക്കി അരിഞ്ഞേനെ. പക്ഷെ അതുകൊണ്ട് എന്താ പ്രയോജനം? നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടില്ലേ? നമ്മളിത് കുത്തിപ്പൊക്കിയ ആ പെണ്ണും ഈ വീട്ടിലല്ലേ നിൽക്കുന്നത്. അതിനെ അവഗണിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പോരെങ്കിൽ ശ്രീരാമനെ നമ്മൾ ഓർക്കണ്ടേ? അയാൾക്കും ഇതൊക്കെ ഒരു കുറച്ചിലായിട്ട് തോന്നും. കല്യാണാലോചനയുമായി വന്നപ്പോഴത്തെ അവസ്ഥയല്ലല്ലോ. എന്തോ ഒരു അനിഷ്ടഭാവമുണ്ട് ശ്രീരാമൻ്റെ മുഖത്ത്. അമൃതയ്ക്ക് ഉത്തരം മുട്ടി. അവളുടെ മുഖം താണു. കള്ളു കുടിച്ച് വെളിവില്ലാത്ത ഒരുവൻ്റെ ജൽപ്പനമായിട്ട് ഇതിനെങ്ങ് കണ്ടാൽ മതി. അപ്പോൾ മാഷിൻ്റെ തൊണ്ടയിടറി. ചിലപ്പോൾ ആ ദുഷ്ടൻ ചെയ്തതാവും. എനിക്കത് ഓർക്കാൻ വയ്യ. കേസ് പറയാൻ എനിക്ക് പണമില്ല. ആനന്ദിനെ ഒരു കരകയറ്റണ്ടേ? അമ്മയെ ചികിത്സിക്കണ്ടേ? നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കണ്ടേ? അത്രയും എത്തിയതോടെ അമൃത എഴുന്നേറ്റു. അച്ഛൻ കിടന്നോളൂ, ഞാൻ പോവാം. അവൾ പുറത്തേക്ക് നടന്നു. അമൃത ചെല്ലാനായിട്ട് മാളവിക കിടപ്പറയിൽ കാത്തിരിക്കുകയായിരുന്നു. കോസടികൾ വിരിച്ചിട്ടിരുന്നു. അമൃത എവിടെ പോയതാ? അമൃത മുറിയിലെത്തിയതും മാളവിക തിരക്കി. അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി. ലൈറ്റ് ഓഫ് ചെയ്ത് അമൃത കോസടിയിൽ കിടന്നു. ശ്വാസോച്ഛ്വാസം മുഖത്ത് തട്ടും വിധം അടുത്താണ് മാളവിക കിടന്നത്. നിനക്ക് വേണ്ടി ഞാനെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് മോളെ? താളസ്വരത്തിൽ മാളവിക അമൃതയോട് ചോദിച്ചു. മാളൂട്ടി കൂടി എന്നെ വേദനിപ്പിക്കാതിരുന്നാൽ മതി. ഉള്ളതുകൊണ്ട് നമുക്കിവിടെ സന്തോഷമായിട്ട് കഴിയാം. മാളവികയുടെ ചുമലിലൂടെ അമൃത കൈയൊടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മാളവികയുടെ ശ്വാസതോളം ക്രമമായി. അവൾ ഉറങ്ങിയെന്ന് അമൃതയ്ക്ക് മനസ്സിലായി. മാളൂട്ടി പാവമാണ്, മണ്ടിയാണ്. അവളുടെ അമ്മയെ അങ്ങനെയായിരുന്നെന്ന് അച്ഛൻ പറയാറുണ്ട്. അതുകൊണ്ട് പാവം അമ്മായി രാഘവൻകുട്ടി എന്ന നീചന്റെ വലയിൽ വീണതത്രേ. അമൃതയും നല്ല ഉറക്കത്തിലേക്ക് താണുകൊണ്ടിരുന്നപ്പോഴാണ് വാതിലിൽ ആരോ തട്ടിയത്. അച്ഛനാണോ എന്നാണ് അമൃത ആലോചിച്ചത്. താൻ എങ്ങോട്ട് ചെന്ന് പറഞ്ഞതിൻ്റെ ബാക്കി എന്തെങ്കിലും പറയാൻ വേണ്ടി അമൃത എഴുന്നേറ്റ് നിന്ന് വാതിലിൻ്റെ സാക്ഷിയെടുത്തു. കതക് തുറന്നതും ശ്രീറാമായിരുന്നു മുന്നിൽ. അമൃത വല്ലാതെ പരിഭ്രാന്തിയായി. എനിക്ക് അമൃതയോട് അല്പം സംസാരിക്കാനുണ്ട്. ശ്രീറാം പുഞ്ചിരിച്ചു. ആശ? അമൃത ചോദ്യഭാവത്തിൽ അവളെ നോക്കി. അവൾ ഉറങ്ങി. ശ്രീറാം ശബ്ദം താഴ്ത്തി ചിരിച്ചു. എന്നുവെച്ചാൽ ഉറക്കി. ഇനി 6-നെ അവൾ ഉണരൂ. അമൃതയുടെ സംഭ്രമം വർദ്ധിച്ചു. കല്യാണ രാത്രിയിൽ ഒരു അപരിചിതൻ എനിക്കൊരു സമ്മാനം കൊണ്ടു തന്നു. എൻ്റെ ഭാര്യയും അവനും ഒന്നിച്ചെടുത്ത ഫോട്ടോഗ്രാഫുകളടക്കം. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ നിരവധി തെളിവുകൾ. അമൃതയ്ക്ക് ശബ്ദം നഷ്ടമായി. ആ രാത്രി തന്നെ ഞാൻ അനിയത്തിയെ ഇങ്ങ് കൊണ്ടുവിടാതിരുന്നത് അമൃതയോർത്ത. എനിക്ക് തന്നോട് സംസാരിക്കണം, ശ്രീറാം പറഞ്ഞു. അമൃതയുടെ ദാവു വരണ്ടു. ദേഹം തളർന്നു. അധ്യായം 22. അമൃത പുറത്തേക്ക് വരൂ, ശ്രീറാം ആവശ്യപ്പെട്ടു. നമുക്ക് ഇടനാഴിയിൽ നിന്നും സംസാരിക്കാം. അത്രയും ആയപ്പോഴേക്കും അമൃതയ്ക്ക് ധൈര്യം വന്നു. മിഴികൾ വിടർത്തി അവൾ ശ്രീറാമിനെ നോക്കി. ആശയെ സംബന്ധിച്ച കാര്യങ്ങൾ അവളുമായല്ലേ ഡിസ്കസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അച്ഛനോട്? പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ സമയത്ത് എന്നാണ് എന്നോട് സംസാരിക്കേണ്ടത്? അമൃതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആശയെ വിവാഹം കഴിച്ചത്. വികാരക്ഷോഭത്തിൽ ശ്രീറാമിൻ്റെ ശബ്ദം വിറച്ചു. മിസ്റ്റർ ശ്രീറാം, ഈ പറയുന്നത് അസംബന്ധമാണ്. അല്ല, അമൃതയാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് അമൃതയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അത് ശരിയാണെങ്കിൽ തന്നെ ഞാൻ എന്താ വേണ്ടത്? അസഹ്യതയിൽ അമൃത ചോദിച്ചു. മറുപടി എന്നോണം ശ്രീറാം ഒന്ന് പരുങ്ങി. അപ്പോഴാണ് ആശയുടെ ശബ്ദം അവർക്കിടയിലേക്ക് വന്നത്. സുന്ദരിയായ ഏട്ടത്തി കൂടി അനിയത്തിയുടെ ഭർത്താവിൻ്റെ ഭാര്യയാവണമായിരിക്കും. അമൃതയും ശ്രീറാമും ഒരുപോലെ തിരിഞ്ഞു നോക്കി. കോണിപ്പടിയിലാണ് ആശ നിൽക്കുന്നത്. ഉറക്കറയിൽ ധരിക്കുന്ന നൈറ്റിയോടും അഴിഞ്ഞുളഞ്ഞ മുടിയോടും കൂടി. അമൃതയ്ക്ക് ആശ്വാസമാണ് തോന്നിയത്. ശ്രീറാം തൻ്റെ ആവശ്യം വെളിപ്പെടുത്തും മുമ്പേ ആശ വന്നല്ലോ. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഇയാളുടെ ശത്രുതയിൽ താൻ പാത്രമായേനെ. ഭാര്യയ്ക്ക് ഉറക്കമരുന്ന് നൽകി ഉറക്കിയിട്ട് മറ്റെന്താ ഇതുപോലൊരു നേരത്തെ പറയാനുള്ളത്? ആശ ചോദിച്ചു. തീപാറുന്ന മിഴികളോടെ അവൾ ശ്രീറാമിനെ നോക്കി. ശ്രീറാമിൻ്റേത് പരാജിതൻ്റെ ഭാവമായിരുന്നു. അനിയം വന്ന് വാതിലിൽ തട്ടിയപ്പോൾ ഏടത്തേക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. ആശ അമൃതയുടെ നേർക്ക് തിരിഞ്ഞു. എങ്കിൽ പിന്നെ എന്തിനാ ഒഴിഞ്ഞു മാറിയത്? എടുത്തോളായിരുന്നില്ലേ? ആശയുടെ ശബ്ദം കേട്ട് മാളവിക ഉണർന്നു. അപ്പോൾ എഴുന്നേറ്റ് വാതിക്കലെത്തി. ചാവടിയുടെ വാതിൽ കടന്ന അപ്പുമാഷും ഇടനാഴിയിലേക്ക് വന്നു. അദ്ദേഹം അമ്പരപ്പിൽ എല്ലാവരെയും നോക്കി. എന്നിട്ട് അമൃതയോട് ചോദിച്ചു, എന്താ മോളെ? അതെങ്ങനെയാ മോള് പറയണത്?
കോണിയിറങ്ങി ആശ അച്ഛൻ്റെ അരികിലേക്ക് വന്നു. നാണം കെട്ട കാര്യമല്ലേ, വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പുമാഷ് വല്ലാതെയായി. ആശയെ അദ്ദേഹം തുറച്ചു നോക്കി. രാത്രി ശ്രീറാമേട്ടൻ കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കിട്ടി. ആശ പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുമ്പ് അമൃതെടുത്ത് കൊണ്ടു കൊടുത്തതാണത്തെ. ശ്രീറാമേട്ടൻ അത് കുടിച്ചില്ല. ജീരകവെള്ളം മതിയെന്ന് പറഞ്ഞ് താഴെ വന്നു. ഞാൻ ജീരകവെള്ളം എടുത്തുകൊണ്ട് പോയി കൊടുത്തു. അപ്പോൾ ശ്രീരാമനേട്ടന് നിർബന്ധം, പാല് ഞാൻ കുടിക്കണമെന്ന്. പകയോടെ അവൾ ശ്രീറാമനെ നോക്കി. എന്നിട്ട് തുടർന്നു, എനിക്കെന്താ ഛേദം, ഞാൻ കുടിച്ചോളാമെന്ന് പറഞ്ഞു. പക്ഷെ ഗ്ലാസ് എടുത്തപ്പോൾ പാല് തരിതരിയായിട്ട് എന്തോ ഒരു വെളുത്ത പൊടി കിടക്കുന്നു. എന്നിട്ടും ഞാനൊന്ന് രുചിച്ചു നോക്കി. എന്തോ ഒരു സ്വാദ് വ്യത്യാസം. പഞ്ചസാര പോരാ, ഇത്തിരി പഞ്ചസാര കൂടി ചേർക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ താഴേക്ക് പോന്നു. പഞ്ചസാര ചേർത്ത് ഇളക്കിക്കൊണ്ട് ഞാൻ തിരികെ കൊണ്ടുവന്നത് വേറെ പാല. ശ്രീറാമേട്ടൻ കണക്കെ ഞാനത് തുള്ളി വയ്ക്കാതെ കുടിക്കുകയും ചെയ്തു. എന്നാലേ വിശ്വാസം വരൂ. വിജയുടെ ചിരിയോടെ ആശ ശ്രീറാമനെ നോക്കി. ശ്രീറാം മുഖം കുനിച്ച് അപരാധിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പുമാഷനും മാളവികയ്ക്കും ഒന്നും മനസ്സിലായില്ല. അമൃതയിലും ശ്രീറാമിലുമായിരുന്നു അവരുടെ നോട്ടം. എന്നെ ഉറക്കിക്കിടത്തിയിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ ഏടത്തിയെ തേടി വരികയായിരുന്നു. ആശ പല്ലിഞ്ഞരിച്ചു. സൽസ്വഭാവിയായ എൻ്റെ അടുത്തിട്ട് തനിനിറവോ എനിക്കൊന്ന് കാണാൻ പറ്റിയല്ലോ. നിന്റെ കൊള്ളരുതായ്മകളെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. പെട്ടെന്ന് ശ്രീറാമിന് ധൈര്യം ലഭിച്ചു. കത്തുകളും ഫോട്ടോകളും വീഡിയോ ടേപ്പുകളും എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പഴയ ബന്ധത്തിൻ്റെ മുഴുവൻ തെളിവുകളും. കാമുകൻ കാമുകിക്ക് നൽകിയ വിവാഹ സമ്മേളനമല്ലേ. അപ്പുമാഷിൻ്റെ കണ്ണുകളും ഇഴിഞ്ഞു. അദ്ദേഹം ആശയുടെ നേർക്ക് തിരിഞ്ഞു. ആശയിൽ യാതൊരു കൂസലും പ്രകടമായില്ല. ആ സമ്മാനത്തെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ശ്രീറാമൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ. പിന്നെ എന്തിനാ ഏടത്തിയോട് ചോദിക്കുന്നത്? ആ കത്തുകൾ ഞാൻ എഴുതിയത് തന്നെയാണ്. പക്ഷെ ആ ഫോട്ടോകളും കാസറ്റുകളൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗത്തിൽ അങ്ങനെ പലതും സാധിക്കുന്ന ശ്രീരാമേട്ടനും അറിയാം. അതൊക്കെ നേരണമെന്നിരിക്കട്ടെ. എന്നാലും ഒക്കെ കല്യാണത്തിന് മുമ്പേ നടന്നല്ലേ. കല്യാണത്തിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി ശ്രീരാമേട്ടൻ. നിസാരമട്ടിൽ അവളെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അമൃതയ്ക്ക് പോലും ആ ധൈര്യത്തിൽ അത്ഭുതവും ആരാധനയും തോന്നി. എന്നാൽ ശ്രീറാം അടങ്ങിയില്ല. കല്യാണത്തിന് മുമ്പുള്ള ചരിത്രങ്ങളും എനിക്ക് പ്രധാനമാണ് അയാൾ പറഞ്ഞു. ശ്രീറാം ദീനഭാവത്തിൽ അപ്പുമാഷ് ശ്രീറാമനെ നോക്കി. എൻ്റെ മകളുടെ കയ്യിൽ നിന്ന് തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. ശ്രീറാം പറയുന്ന തരത്തിൽ എന്ത് തിരുത്തലിനും അവൾ തയ്യാറാവും. അവൾ നിങ്ങളുടെ കാല് പിടിക്കും. അതൊന്നും നടക്കില്ല അച്ഛാ. ആശ ഇടയിൽ കയറി. ഇതിനൊന്നിനും ഞാൻ തയ്യാറില്ല. അതിനതൊക്കെ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ശ്രീറാമിൻ്റെ അടുത്ത് ഞാൻ തുറന്നു പറഞ്ഞതാണ്. വിശ്വസിക്കാൻ തയ്യാറല്ലെങ്കിൽ വേണ്ട. എന്നെ ഉപേക്ഷിക്കണമെന്നൊന്ന് കാണട്ടെ. ആത്മഹത്യ ചെയ്ത് ഞാൻ പ്രതികാരം വിട്ടു. എൻ്റെ മരണത്തിനുള്ള ഉത്തരം ശ്രീറാമേട്ടൻ പറയേണ്ടി വരും. ശ്രീറാം സ്തബ്ധനായി. മുഖത്ത് നേരിയ ഭയവും പ്രകടമായി. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 മാസം പോലും തികഞ്ഞിട്ടില്ലെന്ന് ശ്രീറാമേട്ടൻ ഓർക്കണം. എന്നെ ഉപേക്ഷിച്ചിട്ട് സുഖമായിട്ട് മറ്റൊരു ജീവിതം നയിക്കാമെന്ന് ഈ ജന്മം ശ്രീറാമേട്ടൻ ആശിക്കണ്ട. മോളെ, അപ്പുമാഷ് വിളിച്ചു. അച്ഛൻ വിഷമിക്കണ്ട, ശ്രീരാമേട്ടനെ ഉപേക്ഷിക്കില്ല, ആശ പറഞ്ഞു. അതിനുള്ള ധൈര്യമൊന്നും ശ്രീരാമേട്ടനില്ല. പക്ഷെ മേലിൽ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാനീ വീട്ടിൽ വരില്ല. അത് വേറെ കാര്യം. അവൾ തിരിഞ്ഞ് കോണിപ്പടിയിലേക്ക് നടന്നു. കോണി കയറി മുകളിലേക്ക് പോയി. എല്ലാവരെയും ചമ്മലിലൊന്ന് നോക്കിയിട്ട് ശ്രീറാമും പിന്നാലെ നടന്നു. എന്താ മോളെ ഇത്? അപ്പുമാഷ് അമൃതയെ നോക്കി. എനിക്കറിയില്ല അച്ഛാ. അമൃത തിരിഞ്ഞ് സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. ആശ വെറുതെ തെറ്റിദ്ധരിച്ചതാവും അമ്മാമേ, മാളവിക പറഞ്ഞു. അമൃതയുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റും വരില്ല. എനിക്കറിയാം. ദീർഘമായി ഒന്ന് നിശ്വസിച്ചിട്ട് അപ്പുമാഷ് തിരിഞ്ഞ് ചാവടിയിലേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ആശ ശ്രീറാമനെയും കുട്ടി തിരിച്ചു പോകാൻ ഒരുങ്ങി. അമൃതയോട് അവൾ യാത്ര പറഞ്ഞില്ല. എന്നാൽ അമൃത കാണക്കെ മാളവികയോടും അപ്പുമോഷനോടും അവൾ മാറി മാറി യാത്ര അയച്ചു. ഭർത്തൃഗ്രഹത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. രണ്ടുപേരും വരണം. ക്ലാസ് ഇല്ലാത്തപ്പോഴാണ് വരണതെങ്കിൽ ആനന്ദിനെയും കൂട്ടുവരണം. അമൃത എന്താ മോളെ നീ വിളിക്കാത്തത്? അപ്പുമാഷ് ചോദിച്ചു. എല്ലാവരും കൂടി പോന്നാലേ വയ്യാത്ത അമ്മയോടെ തനിച്ചാവില്ലേ? സ്വാഭാവികമായ മറുപടി. അല്ലേലും അമൃതത്തിൽ കാണാത്ത സ്ഥലമൊന്നുമല്ലല്ലോ അത്. അമൃതയുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീറാമാണെങ്കിൽ അവൾ നിന്നിടത്തേക്ക് മുഖം തിരിച്ചതേയില്ല. ആശയുടെ അതിസാമർത്ഥ്യം അമൃതയ്ക്ക് പരിചയമുള്ളതായിരുന്നു. എന്നാൽ ശ്രീറാമിനെ അവൾക്ക് തീരെയും മനസ്സിലായില്ല. ആശയെക്കുറിച്ച് ഇന്നലെ ഇയാൾ തൻ്റെ അടുത്ത് പരാതി പറഞ്ഞത് എന്തിനാണ്? യഥാർത്ഥമായും പരാതി ഉണ്ടായിട്ട് തന്നെയാണോ? അതോ അങ്ങനെ ഭാവിച്ച് തന്നെയും ഏതെങ്കിലും കുരുക്കിൽപ്പെടുത്താണോ? അതേപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും ചുഴിഞ്ഞ് ആലോചിക്കാനും അമൃത ഇഷ്ടപ്പെട്ടില്ല. വളരെ ദിവസങ്ങൾക്ക് ശേഷം അന്ന് ഷാരടി മാഷ് അപ്പുമാഷിനോട് ചോദിച്ചു, ഈ മാസത്തെ അക്ഷരശ്ലോക ക്ലാസ് നമുക്ക് എവിടെയെങ്കിലും തുടങ്ങിയാലോ? അപ്പുമാഷിൻ്റെ മുഖം താണു. അഭയൻ്റെ സംഭവത്തിന് ശേഷം
മാഷ് സദസ്സുകൾക്കൊന്നും വരാറേയില്ല. ഇവിടെ സദസ്സുണ്ടായിട്ടുമില്ല. നമുക്കൊന്ന് കൂടണ്ടേ? ഒന്നിച്ചു കൂടുമ്പോൾ ദുഃഖങ്ങളും സുഖങ്ങളും പങ്കിടാനാവുമെന്ന് മാഷ് തന്നെയാണ് പറയുന്നത്. ഷാരടി മാഷ് ഓർമ്മപ്പെടുത്തി. ശരിയാ, അപ്പു മാഷ് തലകുലുക്കി. എങ്കിൽ പിന്നെ എന്താ ഒരു തടസ്സം? കുറച്ച് അവിലും പഴവും വാങ്ങണം. കുടിക്കാൻ കട്ടൻ ചായ മതി. ചായ കുടിക്കാത്തവരുണ്ടെങ്കിൽ നാരങ്ങ വെള്ളം എടുക്കാം. മാഷക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ശാരത്ത് റെഡിയാക്കി ഇങ്ങോട്ട് എത്തിക്കാം. എന്താ? ഷാരടി മാഷ് അപ്പു മാഷിനെ നോക്കി. ഒക്കെ മാഷിൻ്റെ ഇഷ്ടം, അപ്പു മാഷ് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും മാഷ് തന്നെ ഏറ്റാൽ മതി. എനിക്കിപ്പോൾ ഒന്നിനും ഒരു ഉത്സാഹമില്ല. ഇളയ മോളുടെ കല്യാണം ഗംഭീരമായി നടന്നില്ലേ? ഷാരടി മാഷ് ചോദിച്ചു. അതുപോലെ മൂത്ത കുട്ടികളെയും കൊള്ളാവുന്ന ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിക്കോളും. കാശ് കുറവാണെങ്കിലും അന്തസ്സുണ്ടല്ലോ മാഷേ നിങ്ങൾക്ക്. കുട്ടികളും നന്ന്. പിന്നെ എന്തിനിങ്ങനെ നിന്ന് വിഷമിക്കുന്നു? അപ്പു മാഷ് മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിൽ വരണ ഞായറാഴ്ച, ഷാരടി മാഷ് അറിയിച്ചു. സന്ധ്യയോടെ എല്ലാവരും ഇവിടെ എത്തും. ഞാൻ തന്നെ നമ്മുടെ ആളുകളെ അറിയിച്ചോളാം. അവിലും പഴവും ചായയൊക്കെ ഇവിടെ തയ്യാറാക്കിക്കോളാം മാഷെ, ഉമ്മറവാതുക്കൽ നിന്നുന്ന അമൃത അറിയിച്ചു. വെറുതെ ഷാരോത്തമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട. കണ്ടോ? ഷാരടി മാഷ് സന്തോഷത്തിൽ അപ്പു മാഷിനെ നോക്കി. കുട്ടികൾ റെഡിയാണ്. അതുങ്ങൾ ഈ വീട്ടിനുള്ളിൽ തന്നെ കഴിയല്ലേ? 4 മനുഷ്യരെ കാണാൻ അതുങ്ങൾക്കുമില്ലേ താല്പര്യം? അമൃതയെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അപ്പു മാഷ് പുഞ്ചിരിയോടെ ഷാരടി മാഷിനോട് പറഞ്ഞു. ശരി മാഷേ, എനിക്കൊരു തടസ്സമില്ല. ഞായറാഴ്ച സന്ധ്യയ്ക്ക് മുമ്പേ അക്ഷരശ്ലോക സദസ്സിനായിട്ട് ആളുകളെത്തി. പതിവിലും ആളുകളധികം. ഷാരടി മാഷിന്റെ പട്ടാളക്കാരനായ മകൻ അരവിന്ദൻ ലീവിലെത്തിയിരുന്നു. ക്യാപ്റ്റൻ അരവിന്ദൻ പഴയൊരു അക്ഷരശ്ലോക ഭ്രാന്തനാണ്. അന്ന് സദസ്സ് ആരംഭിച്ചതും അയാളാണ്. അമൃതയും മാളവികയും ആനന്ദും എല്ലാം സദസ്സിൽ കൂടിയിരുന്നു. പിന്നിലെ ജനാലയ്ക്കൽ ഗോമതിയമ്മയും ഇരുന്നിരുന്നു. അക്ഷരശ്ലോകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമൃത ചൊല്ലിയത് തൻ്റെ ഇഷ്ട ശ്ലോകമായിട്ടാണ്. അരവിന്ദന്റെ ഊഴം വന്നപ്പോൾ അമൃതയെ കുസൃതിയിൽ നോക്കിക്കൊണ്ട് അയാൾ ചൊല്ലി. വീണ്ടും ശ്ലോകങ്ങൾ. അമൃതയുടെ മുഖം ആകെ ഇരുണ്ടു. അയൽവക്കമാണെങ്കിലും ഷാരടി മാഷിന്റെ മകനാണെങ്കിലും അമൃതയുടെ പഴയൊരു ശത്രുവാണ് അരവിന്ദൻ. ഇരു വീട്ടുകാർക്കും അതറിയില്ല. അരവിന്ദൻ എഴുതിയ പ്രേമലേഖനം വലിച്ചു കീറിയ മുഖത്ത് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അമൃത. കുറേ നാൾ പകയുമായി പിന്നാലെ നടന്നതുമാണ് അയാൾ. അമൃതയുടെ കണ്ണുകളുടെ ശക്തിയും വാക്കിൻ്റെ മൂർച്ചയും അടുക്കാൻ അയാൾക്ക് ധൈര്യം നൽകിയിട്ടില്ല. മിലിറ്ററിയിൽ ചേർന്നതോടെ പരസ്പരം കാണാതെയായി. വീണ്ടും അടുത്തു കാണുകയാണ്. പഴയ കമ്പമൊക്കെ വിട്ടുവെങ്കിലും ഒരല്പം കുസൃതി അരവിന്ദനിൽ ബാക്കി നിൽക്കുകയാണ്. ഷാരടി മാഷ് അരവിന്ദനെയും അമൃതയെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമൃതയുടെ മുഖം കറുത്തപ്പോൾ ഷാരടി മാഷിന് തമാശയാണ് തോന്നിയത്. സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോലും എടുത്തടിച്ച പോലെ മറുപടി പറയുന്നവളാണല്ലോ അമൃത. ഊഴം മാളവികയിലെത്തി. അപ്പുമാഷിന്റെ അരികിലാണ് അവളിരുന്നത്. ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചൊല്ലുമ്പോഴും മാളവികയുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം സദസ്സ് ബ്രേക്ക് ഡൗൺ ആയി. എല്ലാ കണ്ണുകളും മാളവികയിലായി. അരവിന്ദനം അവളെ ശ്രദ്ധിച്ചു. അപ്പുമാഷിന്റെ സഹോദരിയുടെ പുത്രിയാണ് മാളവിക എന്നറിയാം. ചങ്ങാരത്തെ വീട്ടിൽ നിന്നും പുറത്തു കടക്കാത്ത അവളെ അരവിന്ദൻ കണ്ടിട്ടുള്ളത് അപൂർവമാണ്. ഒരു നിമിഷത്തേക്ക് അയാൾ വെറുതെ അമൃതയെയും മാളവികയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി. അമൃതയുടെ തൻ്റെ അടുത്തോട് അരവിന്ദന് പലപ്പോഴും മതിപ്പ് തോന്നിയിട്ടുണ്ട്. എന്നാൽ മാളവികയുടെ കണ്ണിൽ കണ്ട ദൈവത്തോട് അയാൾക്ക് പെട്ടെന്നൊരു ആകർഷണം തോന്നി. കാതോളം വിലസും കടാക്ഷം വിഴികണ്ടെന്നോണം ക്ഷണം നോക്കിയാൽ എന്ന പദവും അരവിന്ദനെ സ്പർശിച്ചു. സദസ്സ് പിരിയുകയാണ്. ലഘുഭക്ഷണത്തിന് ശേഷം അവിലും പഴവും കൂട്ടിക്കുഴിക്കുന്നിടയിൽ ജോസഫ് മാഷ് ശബ്ദം താഴ്ത്തി അപ്പുമാഷിനോട് തിരക്കി. അമൃതമോൾക്ക് വന്ന സ്വർണ്ണക്കടക്കാരൻ്റെ പയ്യൻ്റെ ആലോചന എന്താ വേണ്ടെന്ന് വെച്ച്? വേണ്ടെന്ന് വെച്ചോ? മാഷ് അതിശയിച്ചു. ഞങ്ങൾ വേണ്ടെന്ന് വെച്ചില്ലല്ലോ. ഇല്ലേ? ജോസഫ് മാഷ് കണ്ണുവെച്ചു. മറ്റുള്ളവരാൾ സംസാരം കാതോർക്കുന്നുണ്ടായിരുന്നു. അയ്യോ, ആ പയ്യൻ്റെ കല്യാണം നിശ്ചയിച്ചല്ലോ. ജോസഫ് മാഷ് തുടരുകയാണ്. എൻ്റെ അനിയൻ്റെ പ്രസ്സിൽ ഇൻവിറ്റേഷൻ അടിക്കാൻ കൊടുത്തിരിക്കുന്നത്. ഞാനവിടെ ചെന്നപ്പോൾ മേശപ്പുറത്ത് എൻ്റെ കോപ്പികൾ കിടക്കുന്നുണ്ടായിരുന്നു. വിളമ്പിക്കൊണ്ടിരുന്ന അമൃതയും മാളവികയും അത് കേട്ടു. ഞെട്ടലോടെ മാളവിക അമൃതയെ നോക്കി. അമൃതയിൽ യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും എത്തുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് ഓൺ സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.